ഹരേ രാമ ഹരേ കൃഷ്ണ ഗജകേസരി യോഗം 5 രാശിക്കാരിൽ സർവ സൗഭാഗ്യവും വന്നുചേരും. വിധിയെ മാറ്റിമറിക്കും ഈ 5 രാശിക്കാർ. രാമനവമി ദിനം കഴിഞ്ഞു. ഈ ദിനത്തിൽ ചന്ദ്രൻ കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ശ്രീരാമൻ ജനിച്ച സമയമായാണ് നാം ഈ ദിനത്തെ കണക്കാക്കുന്നതും. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രത്യേകത ഉള്ള ദിനമാണ്. ജ്യോതിഷപ്രകാരം നിരവധി ശുഭകരമായ യോഗങ്ങൾ ഈ ദിനത്തിൽ പലപ്പോഴും വന്നു ചേരുന്നുണ്ട്. ഇത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യും. ഗജകേസരി യോഗവും രവിയോഗവുമാണ് പ്രധാനമായും ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. രാമനവമിയോടനുബന്ധിച്ച് ഗജകേസരി യോഗം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇത് ഏതൊക്കെ രാശിക്കാർക്കാണ് അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. ജ്യോതിഷത്തിലെ ഈ മാറ്റങ്ങൾ 12 രാശിക്കാരെയും സ്വാധീനിക്കുമെങ്കിലും ചില രാശിക്കാർക്ക് അല്പം ഗുണങ്ങൾ കൂടുതലായും ലഭിക്കുകയും ചെയ്യും. ജ്യോതിഷ കണക്കുകൂട്ടൽ പ്രകാരം ഏതൊക്കെ രാശിക്കാർക്കാണ് ഭാഗ്യം വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. മേടരാശിക്കാർക്ക് രാമനവമി ദിനത്തിൽ വന്നു ചേരുന്ന ഗജകേസരി യോഗം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങളാണ് നൽകുവാൻ പോകുന്നത്. കുടുംബത്തിൽ വളരെയധികം സന്തോഷം വന്നു ചേരും. ശ്രീരാമന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും. പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യും. സാമ്പത്തികമായി നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളെ അലട്ടുകയില്ല. ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന ഒരു സമയമാണ്. കൂടാതെ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് തേടി വരികയും ചെയ്യും. സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കും. രാജയോഗ സമാനമായ ജീവിതമാണ് നിങ്ങൾക്ക് ശ്രീരാമൻ നൽകുവാൻ പോകുന്നത്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. രവിയോഗത്തിൻ്റെ സ്വാധീനം പല വിധത്തിലാണ് നിങ്ങളെ ബാധിക്കുവാൻ പോകുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ സന്തോഷം വന്നു ചേരും. നല്ല വാർത്തകൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൻ്റെ പിന്തുണ നിങ്ങളുടെ ഏത് കാര്യത്തിനും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ്. അനുകൂലമായ മാറ്റങ്ങളാണ് നിങ്ങളെ തേടി വരുന്നത്. സാമ്പത്തിക നേട്ടം തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനം. നിങ്ങളുടെ സഹോദരി സഹോദരന്മാരിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരങ്ങൾ വന്നു ചേരും. എല്ലാ തരത്തിലും സാമ്പത്തികമായ പ്രയാസങ്ങൾ നിങ്ങളുടെ മാറുകയും ജീവിതം വളരെയധികം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിലയിലേക്ക് ഉയരുകയും ചെയ്യും. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം വന്നു ചേരുന്ന ഒരു സമയമാണ്. പഴയ സുഹൃത്തിനെ കാണുന്നതിനും അവരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനും നിങ്ങൾക്ക് അവസരം വന്നു ചേരും. അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടി വരും. പങ്കാളിക്ക് നിങ്ങൾ വഴി സാമ്പത്തിക പുരോഗതി ഉണ്ടാവുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. പങ്കാളിയോടൊപ്പം മികച്ച ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായി അനുകൂലമായ വളരെ വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് മകരം രാശിക്കാരാണ്. മകരരാശിക്കാർക്ക് ആയില്യം നക്ഷത്രത്തിൻ്റെ സ്വാധീനം ഗുണകരമായി മാറുന്ന ഒരു സമയമാണ്. ഏത് വിധത്തിലുള്ള അപകടങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. പുതിയ വസ്തുക്കൾ വാങ്ങുന്നതിനും അതിനുവേണ്ടി പണം ചിലവാക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തികമായി മികച്ച നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജോലി നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല നേട്ടങ്ങളും വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നതിനും സമയം ചിലവഴിക്കുന്നതിനും സാധിക്കും. കുടുംബത്തിൽ വളരെയധികം സമാധാനവും സ്വസ്ഥതയും വന്നു ചേരും. എല്ലാ രീതിയിലും മികച്ച സമയമാണ് മകരം രാശിക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്നത്. അടുത്തത് മീനം രാശിക്കാരാണ്. മീനരാശിക്കാർക്ക് ബുധനാഴ്ച മുതൽ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എല്ലാവരും നിങ്ങളെ വളരെയധികം ആദരവോടെ കാണുകയും ചെയ്യുന്ന സമയമാണ്. വിദ്യാഭ്യാസത്തിന് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ഏത് പ്രശ്നത്തെയും നിസ്സാരമായി കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കും. കരിയറിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്ത് വലിയ നേട്ടവും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനും സാധിക്കും. സാമ്പത്തികമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ
ഉയരത്തിലേക്കാണ് നിങ്ങളുടെ ജീവിതം ഇനി എത്തിച്ചേരുവാൻ പോകുന്നത്. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.